guys, welcome back to my YouTube channel. So ഇന്ന് ഞാൻ ഭയങ്കര ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. കുറേ ദിവസമായി ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നു. സത്യം പറഞ്ഞാൽ ഓണത്തിന്റെ ഫോട്ടോസും വീഡിയോസും ഒന്നും ഇടാത്തതിന്റെ ഒരു റീസൺ തന്നെ ഇതായിരുന്നു. കാരണം ഞങ്ങൾക്ക് ഓണം ഡ്രസ്സൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. നാട്ടിൽ നിന്ന് ഓരോ പാക്കേജും കൊറിയറും ഒക്കെ കിട്ടുന്നതാണ് കേട്ടോ നമുക്ക് ഇപ്പോഴത്തെ ഓരോ സമ്മാനങ്ങളും. ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള കാര്യം അപ്പോൾ ഇക്കൊല്ലത്തെ ഓണത്തിന് ഞങ്ങൾക്ക് നാട്ടിൽ നിന്ന് സ്പെഷ്യലായിട്ട് കുറച്ച് സാധനങ്ങൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു അൺബോക്സിങ് വീഡിയോ നിങ്ങളെയും കൂടെ കാണിക്കാന്നുള്ളത്. ഓണം കഴിഞ്ഞു ഒരാഴ്ചയായി, അപ്പോഴാണ് ഓണത്തിന്റെ ഡ്രസ്സൊക്കെ കിട്ടിയത്. ഞാൻ വിചാരിച്ചു എല്ലാം കിട്ടിയിട്ട് ഒരു വീഡിയോ എടുക്കാന്നുള്ളത്. അപ്പോൾ അധികം ഇൻട്രൊഡക്ഷൻ ഒന്നും ഇല്ലാണ്ട് ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. ഇതൊക്കെ ഭയങ്കരമായിട്ട് സെക്യൂർ ആയിട്ട് റാപ്പ് ചെയ്തിട്ടുള്ളതായിരുന്നു. പക്ഷെ അതൊക്കെ തുറക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് സമയം എടുക്കുന്നു വിചാരിച്ചിട്ട് ഞാനെല്ലാം തുറന്ന് റെഡി ആക്കി വെച്ചിട്ടുണ്ട്. സോ ആദ്യം തന്നെ കഴിക്കാനുള്ള സാധനങ്ങളാണ്. ഇത് ഒരു പാക്കറ്റ് ടാപ്പിയോക്ക ചിപ്സ്, കപ്പ ചിപ്സ്, പൂള ചിപ്സ് എന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയും. അപ്പോൾ ആദ്യത്തെ സാധനം അതാണ്. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് നാട്ടിൽ നിന്നുള്ള ചിപ്സ്. ഇവിടെ അങ്ങനെ പൊട്ടറ്റോ ചിപ്സ് ഒക്കെ ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ഒരു ടാപ്പിയോക്ക ചിപ്സ് ഞാൻ കണ്ടിട്ടില്ല. സോ ഒരു പാക്കറ്റ് ടാപ്പിയോക്ക ചിപ്സ്. പിന്നെ ഉള്ളത് വറുത്തുപ്പേരിയാണ്. വറുത്തുപ്പേരി ഇതൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു നൊസ്റ്റാൾജിയ. ഇന്ത്യൻ സ്റ്റോറിൽ ഓണത്തിന്റെ സമയമാകുമ്പോൾ വറുത്തുപ്പേരും ശർക്കരപ്പേരും ഒക്കെ വരുന്നുണ്ടെങ്കിൽ കൂടെ നാട്ടിൽ നിന്നുള്ളതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ വറുത്തുപ്പേരി. അപ്പോൾ അടുത്ത ഐറ്റം എന്ന് പറയുന്നത് മിക്സ്ചറാണ്. ഞങ്ങൾ ആദ്യമായിട്ട് ഇന്ത്യൻ സ്റ്റോറിൽ പോയപ്പോ ഉണ്ടല്ലോ, ഞങ്ങളടുത്ത് ആ കടയത്തെ ആള് ചോദിച്ചു എവിടുന്നാണ്, കേരളയിൽ നിന്നാണോ ചോദിച്ചു. അപ്പൊ ഞങ്ങൾ അതേ പറഞ്ഞപ്പോ അയാള് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതാ കേരള മിക്സ്ചർ വന്നിട്ടുണ്ടെന്നുള്ള. പക്ഷെ ഇവിടെ എല്ലാവരും പറയുന്നത് അത് വലിയ ഗുണമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഒന്നും അല്ല എന്നാണ്. ഈ മിക്സ്ചറൊക്കെ കഴിച്ചിട്ടുണ്ടല്ലോ ഒരു 1.5 കൊല്ലമായി. അപ്പോൾ നാട്ടിൽ നിന്നുള്ള മിക്സ്ചർ ഫുഡ് ഐറ്റംസ് ഒക്കെ ഞാൻ മാറ്റി വെക്കട്ടെ. ഇതൊക്കെ തുറന്ന അപ്പം തന്നെ എയർ ടൈറ്റ് കുപ്പിയിലാക്കിയില്ലെങ്കിൽ ഫുൾ എല്ലാം തണുത്തു പോകും. ഇനി അടുത്തത് കാണിക്കാനുള്ളത് ഞാൻ മിക്സ് ആയിട്ടാണോ കാണിക്കുന്നത്. കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ഡ്രസ്സാണ്. ഡ്രസ്സ് ഓണക്കോടിയും ഉണ്ട്, പിന്നെ നമുക്കിവിടെ ഓണം സെലിബ്രേഷൻ ഇടാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സും ഉണ്ട്. അത് അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇഷാനിക്കുട്ടീൻ്റെ ഡ്രസ്സ് കാണിക്കാം. ഇഷാനിക്കുട്ടിക്ക് ഉള്ളത് ഓണക്കോടിയും ആണ്, ഓണം സെലിബ്രേഷൻ ഇടാൻ പോണ ഡ്രസ്സും ആണ് കേട്ടോ. അയ്യോടാ, ഇതൊരു പട്ടുപാവടയാണ്. ഫുള്ള് വെച്ചിട്ട് കാണിച്ചു തരാവേ. ഇതാണ് ഐറ്റം. ഇതൊന്നും ഇട്ട് നോക്കിയിട്ടില്ല. ഇട്ട് നോക്കിയിട്ട് അല്ലെങ്കിൽ ഇടുമ്പോൾ ഉള്ള ഫോട്ടോസ് ഞാൻ ഇനിയുള്ള വീഡിയോസ് എന്തായാലും ഓണം റിലേറ്റഡ് വീഡിയോസ് തന്നെയാണ്. സോ അതിലൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ആ ഒരു പട്ടുപാവാട. ഞാൻ എന്തായാലും ഇത് ഇട്ടിട്ടുള്ള വീഡിയോസ് ഒക്കെ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നല്ല രസമുണ്ട്. ഇഷാനിക്ക് ഇഷ്ടമാവും. ഇഷാനീൻ്റെ ഡ്രസ്സായിരുന്നു ആദ്യം എടുത്തിട്ടുണ്ടായിരുന്നത്. നാട്ടിൽ നിന്ന് എടുത്ത് അയച്ചു തന്നതാണ് കേട്ടോ. അപ്പോൾ അതിന് മാച്ചായിട്ട് ഞങ്ങൾക്ക് മാച്ച് ചെയ്യുന്ന കുറച്ച് സാധനങ്ങളും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. ആദ്യം തന്നെ വിഷ്ണുവിന് ഒരു കുർത്തയാണ്, ഒരു ബ്ലൂ കുർത്ത. ഇതില് ഈ ബ്ലൂ ആണ് ഞാൻ ഉദ്ദേശിച്ചത്, പക്ഷേ ഫോട്ടോ അല്ലേ കണ്ടുള്ളൂ. അപ്പൊ ഞാൻ വിചാരിച്ച ഒരു ബ്ലൂ കുർത്ത ആയിക്കോട്ടെ എന്നുള്ളത്. ഒരു ബ്ലൂ കുർത്ത ഓൺലൈനിലായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ക്വാളിറ്റി വലിയ പ്രശ്നമൊന്നുമില്ല. ഞാനിത് ഫ്ലിപ്കാർട്ടിൽ നിന്നായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഒരു ബ്ലൂ കുർത്ത. പിന്നെ എൻ്റെ ഒരു സാധനം കാണിക്കാം. ഇതെനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. അത് ഓൾറെഡി നാട്ടിലുണ്ടായിരുന്നതാണ്. ഞാൻ എൻ്റെ എൻഗേജ്മെന്റിന് യൂസ് ചെയ്ത ഒരു ധാവണിയാണിത്. ഇനിയിപ്പോൾ നാട്ടിൽ നിന്ന് ഈ സാധനങ്ങളൊക്കെ എപ്പോഴാണ് യൂസ് ചെയ്യാന്ന് അറിയില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവിടുത്തെ ഓണം സെലിബ്രേഷൻ എന്തായാലും ഇത് യൂസ് ചെയ്യാന്നുള്ളത്. അല്ലെങ്കിൽ എൻ്റെ എൻഗേജ്മെന്റിന് ഞാനിട്ട ധാവണിയാണ്. ഇതിന്റെ പിക്ചർ എന്തായാലും ഞാൻ കൊടുക്കാം, കാരണം ഇത് ഓൾറെഡി യൂസ് ചെയ്തതാണല്ലോ. സോ ഇതിന്റെ പിക്ചർ എന്തായാലും ഞാൻ കൊടുക്കാം. എൻഗേജ്മെന്റ് നടന്നത് 5 കൊല്ലം മുന്നേ ആണ്. അപ്പൊ എന്തായാലും സൈസ് ഒന്നും ഫിറ്റ് ചെയ്തില്ലെങ്കിലോ ബ്ലൗസ് ഒന്നും ഫിറ്റ് ചെയ്തില്ലെങ്കിലോ വിചാരിച്ചിട്ട് ബാക്കപ്പ് ആയിട്ട് 1-2 ബ്ലൗസും കൂടെ ഞാൻ വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ ബാക്കപ്പ് ബ്ലൗസുകളാണിത്. ഇത് നാട്ടിൽ നിന്ന് ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു. ബാക്കപ്പ് ആയിട്ട് ക്രീം കളർ. പിന്നെ ഇത് ഞാൻ വിഷ്ണുവിന്റെ കുർത്ത വാങ്ങിച്ചപ്പോൾ അതിന്റെ കൂടെ വാങ്ങിച്ച ഒരു ബ്രൊക്കേഡ് ബ്ലൗസ് ആണ്, ബ്ലൂ കളർ. അതിനൊക്കെ മാച്ച് ആയിട്ട് യൂസ് ചെയ്യാന്ന് വിചാരിച്ചിട്ട്
ഈ ഒരു ബ്ലൂ കളർ കുർത്തേന്റെ കൂടെ തന്നെ ഞാനൊരു വൈറ്റ് കളർ കുർത്തി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഞങ്ങൾ ഇന്ത്യ ഡേക്ക് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ അതിന്റെ ഫോട്ടോ കൊടുക്കാം. ഇനിയിപ്പോ അഥവാ ഈ ബ്ലൗസ് ഒന്നും ഫിറ്റ് ആയില്ല, എനിക്ക് ധാവണി യൂസ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും എനിക്ക് ഓണം സെലിബ്രേഷൻ ഡ്രസ്സ് വേണമല്ലോ. അപ്പൊ ഒരു ബാക്കപ്പ് പോലെ ഒരു കുർത്തയും കൂടെ ഉണ്ടായിരുന്നു. ഇതിലൊരു മ്യൂറലൊക്കെ ചെയ്ത ഒരു കുർത്ത, ടിഷ്യൂ ആണ് മെറ്റീരിയൽ വരുന്നത്. ഞാൻ ട്രയൽ ചെയ്ത് നോക്കിയപ്പോ ധാവണി ഓക്കെ ആയിരുന്നു. അപ്പൊ ഞാനിത് ഇന്ത്യ ഡേക്ക് ഇട്ടു. അതിന്റെ പിക്ചറും ഞാൻ കൊടുക്കാം. അതിന്റെ ഒരു പാന്റും, ക്രീം കളർ സാധാ പാന്റും, ഓണം സെലിബ്രേഷൻ ഇടാനുള്ള ഡ്രസ്സൊക്കെ കഴിഞ്ഞു. അപ്പൊ എന്തായാലും അതിന്റെ കൂടെ ആക്സസറീസ് ഒക്കെ വേണമല്ലോ. അപ്പോൾ അതും നാട്ടിൽ നിന്ന് അയച്ചിട്ടുണ്ടായിരുന്നു. ഞാനിതൊന്നും തുറന്ന് കാണിക്കുന്നില്ല. വള, മാല, കമ്മൽ, ഈ വക ഐറ്റംസ് ഒക്കെ ഒരു സിപ്പ് ലോക്കിലാക്കിയിട്ട് അതും എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ പുതിയത് വാങ്ങിച്ചൊന്നുമല്ല കേട്ടോ, ഓൾറെഡി ഉണ്ടായിരുന്നത് അങ്ങനെ അയച്ചു തന്നതാണ്. ഇനി ഞങ്ങളെ ഓണക്കോടിയാണ് കാണിച്ചു തരാൻ പോകുന്നത്. സോ ഇഷാനീൻ്റെ ഓണക്കോടി പൊട്ടോടി ഓൾറെഡി കണ്ടു. ഓണം സെലിബ്രേഷൻ ഇടാനുള്ള ഡ്രസ്സൊക്കെ ഇത്രയേ ഉള്ളൂ. ഇനി നാട്ടിൽ നിന്ന് എടുത്തു തന്ന ഓണക്കോടിയാണ്. സാധാരണ എപ്പോഴും ചെയ്യാറ് എന്താന്ന് വെച്ചാൽ നാട്ടിൽ നിന്ന് കടയിൽ നിന്ന് എടുക്കലാണ്. പക്ഷെ ഇപ്രാവശ്യം ഓൺലൈൻ ആയതുകൊണ്ട് ഞങ്ങൾ തന്നെയാണ് സെലക്ട് ചെയ്തത്. സോ ഞങ്ങൾക്ക് അറിയാം അങ്ങനെ വലിയൊരു സർപ്രൈസ് ഒന്നുമില്ല. ആദ്യം ഞാൻ വിഷുവിനെ കാണിച്ചു തരാം. വിഷുവിന് ഓഫീസിലേക്ക് ഇടാനുള്ള ഫോർമൽസ് ആണ് വാങ്ങിച്ചിട്ടുള്ളത്. 2 ഫോർമൽ പാൻസ്, ഒരു ലൈറ്റ് ഗ്രേ ബ്ലൂ ഷെയ്ഡിലും അതിൻ്റെ തന്നെ ഒരു ഡാർക്കർ ഷെയ്ഡിലും. അതിനുശേഷം ഒരു പിസ്ത ഗ്രീനിലുള്ള ഒരു ഫോർമൽ ഷർട്ട്. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കിട്ടിയതിന് ശേഷം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത് മടക്കി വെച്ചില്ല, ബാക്കിയൊക്കെ ഞാൻ മടക്കി വെച്ചു. സോ ഒരു പിസ്ത ഗ്രീൻ കളർ ഷർട്ട്. അതിനുശേഷം ഒരു നേവി ബ്ലൂ കളർ ഷർട്ട്. ഇത് നല്ല രസമുണ്ട്. രണ്ടും ഭംഗിയുണ്ട്, പക്ഷെ ഇതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഇതൊക്കെ മിന്ത്രയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. പിന്നെ എൻ്റെതാണ്. ഇതൊക്കെയാണ് ഞാൻ ഓണം ഇന്ത്യ ഡേക്കും ഒക്കെ ഇടാൻ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അപ്പോഴേക്കും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് രാവിലെയാണ് ഇതൊക്കെ കിട്ടിയത്. കോട്ടൺ മെറ്റീരിയലിൽ വരുന്ന ഒരു സൽവാറാണ്. ഞാൻ പിക്ചർ സൈഡിൽ കൊടുക്കാം. കുഴപ്പമില്ല, നല്ല മെറ്റീരിയലാണ്. പ്യുവർ കോട്ടൺ ആണ് തോന്നുന്നു. നല്ല സോഫ്റ്റ് ആണ്. പിങ്കും യെല്ലോവും ആണ് ഇതിൽ പ്രിന്റ് വന്നിട്ടത്. ഫുൾ ഒരു ഫ്ലോറൽ പ്രിന്റ് വന്നിരിക്കുന്ന ഒരു സൽവാറാണ്. പിന്നെ ഉള്ളത് ഒരു ബ്ലാക്ക് സൽവാർ. ഇത് മിക്കവാറും എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഭയങ്കര കോമൺ ആയിട്ടുള്ള ഒരു സംഭവമാണ്. കൊള്ളാം. ഒരു സിൽവർ എന്ന് പറയാൻ പറ്റില്ല, ഒരു റോസ് ഗോൾഡിലും ഒരു പിങ്ക് കളറിലും വന്നിരിക്കുന്ന ഒരു ത്രെഡ് വർക്കാണ്. ത്രെഡ് വർക്ക് ഫുള്ളൊന്നുമില്ല, പക്ഷെ നെക്കിന്റെ അവിടെ ഒരു ത്രെഡ് വർക്ക് ഉണ്ട്. പിന്നെ അതിന്റെ പാൻറ്റും ഷോളും. ഇത് ഓൾറെഡി ഞങ്ങൾക്ക് അറിയുന്നതുകൊണ്ട് അങ്ങനെ വലിയൊരു സർപ്രൈസ് എലിമെന്റ് ഒന്നുമില്ല. ഞങ്ങൾക്കുള്ള അത്ര എക്സൈറ്റ്മെന്റ് ഇപ്പൊ കാണുന്നത് നിങ്ങൾക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നാട്ടിൽ നിന്ന് ഇങ്ങനെ കൊറിയറും പാർസലൊക്കെ വരുമ്പോൾ ഒരു ആരോ നമുക്കൊരു ഗിഫ്റ്റ് അയക്കുന്ന പോലെയാണ്. ഗിഫ്റ്റ് തന്നെയാണ്, പക്ഷെ ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ഞാൻ കാണുന്ന ഒരു ടൈപ്പ് ഓഫ് വീഡിയോ ആണ്. അപ്പോൾ അത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. ചെറിയൊരു വീഡിയോ ആയിരുന്നു, പക്ഷെ ഒരുപാട് സന്തോഷമുള്ള ഒരു വീഡിയോ ആയിരുന്നു. നാട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു ഡ്രസ്സൊക്കെ കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ എന്തായാലും ഓണം റിലേറ്റഡ് വീഡിയോസ് തന്നെയായിരിക്കും. അതിൽ മിക്കവാറും ഞങ്ങൾ ഇട്ടിരിക്കുന്നത് ഇതൊക്കെ തന്നെയായിരിക്കും. അപ്പോൾ ആ വീഡിയോസിലൊക്കെ കാണാം. ഓണം റിലേറ്റഡ് വീഡിയോസ് ആണ് ഇനി ഞാൻ ഇടാൻ ഉദ്ദേശിക്കുന്നത്. നാട്ടിൽ ഓണമൊക്കെ കഴിഞ്ഞ ഒരാഴ്ചയായി എന്നറിയാം. ഇവിടുത്തെ ഓണം സെലിബ്രേഷൻ ഒക്കെ ജസ്റ്റ് തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. സോ അതുകൊണ്ട് തന്നെ അതിനൊക്കെ ആയിട്ട് സ്റ്റേ ട്യൂൺഡ്. അണ്ടിൽ ദെൻ ബൈ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.